ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും നമസ്കാരം. ഇതേ ചേച്ചി പോണ കണ്ട ഭയങ്കര സ്പീഡിൽ നടത്തും. അപ്പോൾ ഞാനും എൻ്റെ ചേച്ചിയും അമ്മേരെ ലൈബ്രറിയിലേക്ക് പോവാണ്. അവിടെ അമ്മ ഉണ്ടാവും, പിന്നെ ചേച്ചിയുടെ മോളുണ്ടാവും. ഞങ്ങളെല്ലാവരും കൂടി ഇട്ടുന്ന ടൗണിലേക്ക് പോവാണ്. ഞങ്ങൾ ഇന്നൊരു ചെറിയൊരു കമ്മൽ എടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ എൻ്റെ കമ്മലുണ്ട്, അത് മാറ്റിയിട്ട് വേറൊരു കമ്മലും കൂടി എടുക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഞങ്ങൾ ഇതേ രണ്ടുപേരും കൂടി അമ്മേരെ ലൈബ്രറിയിലേക്ക് പോകണം. എന്നിട്ട് അവിടെ നിന്ന് എല്ലാവരും കൂട്ടിയിട്ട് ടൗണിൽ പോയി. പോണ വഴി ഒരു പേരക്കായ കണ്ടേ, അപ്പം അത് പൊട്ടിക്കാനുള്ള തത്രപ്പാടിലാണ്. തൊട്ടുപുറത്തൊരു ചാലുണ്ട്. ഇനിയിപ്പോൾ പേരക്കായ കിട്ടുമോ ആ ചാലിലേക്ക് വീഴുമെന്ന് ദൈവത്തിനറിയാം. ഞങ്ങൾ ഈ പേരക്കായ പൊട്ടിങ്ങനെ കണ്ടിട്ട് റോട്ടിൽ കൂടെ പോണ ഓട്ടോറിക്ഷക്കാർ മൊത്തം ചിരിച്ചുകൊണ്ടിരിക്കുക. അവരൊക്കെ പന്തം കണ്ട പെരിച്ചായിട്ട് പോലെ ചിരിക്കുക. കണ്ട കുറേ പേരക്കുണ്ട്. ആരെ വീടാന്നൊന്നും അറിയില്ല നമുക്ക്. പേരക്കായ കണ്ടു പൊട്ടിക്കാൻ നോക്കി, കണ്ടില്ലേ കുറേ ഇതിൻ്റെ ഇടയിലൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. കാണുന്നു ആ മറ്റേ വെള്ളി നക്ഷത്ര പോലെ കഴിഞ്ഞിട്ട് പോവാണെങ്കിൽ സിനിമ കടയിൽ നിന്ന് മേടിക്കാം. അപ്പം ഞങ്ങളുടെ ദൗത്യം പരാജയപ്പെട്ടു. അപ്പോൾ ആ പരാജയത്തിൻ്റെ വിഷമത്തിൽ അവൾ നടന്നു പോവാണ്. ഇവിടെ ചാലുള്ളത് കൊണ്ടാ, അല്ലെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും കയറി പൊട്ടിച്ചാണ്. പിന്നെ നമ്മൾ ടൗണിലേക്കല്ല പോകണം, നമ്മുടെ മേലൊക്കെ ചെളിയാവും. ആ ചാലിലേക്ക് വീണാൽ ശരിയാ, മേല് ചെളിയാവും. കാരണം അതിൽ പണ്ടൊക്കെ അതിൽ നല്ലോണം വെള്ളം ഉണ്ടാവാറുണ്ട് മഴക്കാലമൊക്കെ വരുന്ന സമയത്ത്. അതിന് വേണ്ടി ഇപ്പോൾ വെള്ളമില്ല, ഒന്നുമില്ല, ചെളി പോലെ അങ്ങനെ കിടക്കുക. അപ്പം അതിൽ വീണ് കഴിഞ്ഞാൽ നല്ല നല്ല ഭംഗിയാവും. കണ്ട ആ പാലത്തിൻ്റെ ബാക്കിയാണ് ഇതിവിടെ കണ്ട വെള്ളം പോണതൊക്കെ. ഇതിപ്പുറത്തുണ്ടൊരു പാലം, എന്താ വെള്ളം കണ്ട അവിടെ. നമ്മളിപ്പോൾ അമ്മേനെ അവിടെ വെയിറ്റ് ചെയ്ത് നിന്ന് നമുക്ക് കാല് കളിച്ചു. അത് കാരണം ഇനി അമ്മേനെ നോക്കിയിട്ട് അമ്മയുടെ ജോലി സ്ഥലത്തേക്ക് നമുക്ക് പതുക്കെ പോവാം. കുറേ നേരമായി ഞങ്ങളവിടെ നിന്നിട്ടും കാണാണ്ടായപ്പോൾ പതുക്കെ അങ്ങോട്ട് ഇറങ്ങിയില്ലാണാവോ. ഇവിടെ നമ്മൾക്ക് മയിലിൻ്റെ ഒച്ചയൊക്കെ ഉണ്ട് കേട്ടോ. എവിടെയാണെന്ന് അറിയില്ല. ഇവിടെ പാടഭാഗങ്ങളൊക്കെയാണ്. അപ്പോൾ പാടഭാഗങ്ങളൊക്കെയാണ്. അപ്പോൾ എവിടെയെങ്കിലൊക്കെ ഉണ്ടാവായിരിക്കും, നമ്മൾ കണ്ടിട്ടൊന്നുമില്ല. പിന്നെ മുന്നത്തെ വീഡിയോസുകളിൽ ഈ സ്ഥലമൊക്കെ കാണിച്ചിട്ടുണ്ട്. അമ്മരെ വായനശാല എന്ന് പറയാറില്ലേ, ആ സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ പോണത്. ഇത് കഴിഞ്ഞ് അമ്മേനെ ചേച്ചിയുടെ കുട്ടീനെയും പിക്ക് ചെയ്തിട്ട് നമ്മൾ ടൗണിലേക്ക് പോകും. ഇത്ര നേരം നമ്മളവിടെ കാത്തു നിന്നിട്ട് അവരിറങ്ങണം കാണാനില്ല. ഇവിടെ വരെ നടന്നിട്ട് ഇറങ്ങണില്ല. എന്നിട്ടാണ് അവർ ചെയ്യുന്നുണ്ടാവും. കണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ മുന്നത്തെ ഒരു വീഡിയോയില് അമ്മേരെ ലൈബ്രറിയിൽ നിന്ന് പറഞ്ഞൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പം എല്ലാവരും അതൊന്ന് കാണാത്തവർ അത് പോയി കണ്ടോളൂ കേട്ടോ. അപ്പം അമ്മേരെ ലൈബ്രറിയും കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ വീട് ഞാൻ മുന്നേ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മുടെ റീമ കല്ലിങ്ങിൻ്റെ വീടാണിത്. അപ്പം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ എത്ര നേരം കൂട്ടാൻ എത്ര നേരം അമ്മയ്ക്ക് എന്തെങ്കിലും പറയണ്ട. ഞങ്ങൾ മീഷോ വഴി ഞങ്ങൾ ഓർഡർ ചെയ്തതുണ്ട്. ഇതിൻ്റെ മുകളിൽ വേറൊരു കോട്ടുണ്ട്. ഇപ്പോൾ കോട്ട് ഇട്ടില്ലേ, കോട്ട് കാണാനില്ല. നിങ്ങളടുത്ത് കൊണ്ടിട്ടിട്ട് കണ്ടില്ലേ. നല്ല മേടിച്ചപ്പോൾ ഞങ്ങൾക്ക് വലിയ ഇഷ്ടമൊന്നും ആയില്ല അത്. പക്ഷേ ഇട്ട് വന്നപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഈ ഡ്രസ്സ് ഇഷ്ടമായതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? കേൾക്കില്ല. ഡ്രസ്സ് ഒന്ന് കാണിച്ചു കൊടുത്തേ. രണ്ട് സ്റ്റെപ്പ് ഇട്ടേ ഇട്. ആ ഡിയില് സീരീസ് നമുക്കിപ്പോൾ ഇനി വീഡിയോസ് എടുക്കാനായിട്ട് നേരമില്ല. കാരണം നമ്മൾ
ടൗണിലേക്ക് പോകാനുള്ള ആ ഒരു തിരക്കിലാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഓട്ടോ വിളിക്കുകയാണ്. ഓട്ടോ വിളിച്ചിട്ട് ടൗണിൽ പോയിട്ട് ബാക്കി അവിടുത്തെ വിശേഷങ്ങളും നമ്മളെടുക്കാൻ പോണ കമ്മലൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. അങ്ങനെ ഞങ്ങൾ സ്വർണ്ണക്കടയിലെത്തി. കുറേ കളക്ഷൻസും കുറേ മാല കമ്മലുകൾ കുറേ അടിപൊളി കളക്ഷൻസ് ഇരിക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ എടുക്കാൻ നിന്നത് കമ്മലാണ്. അപ്പോൾ കമ്മലിൻ്റെ വെറൈറ്റി മോഡൽസ് ഞങ്ങൾക്ക് കാണിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ കമ്മലുകൾ ഓരോന്നോരോന്നും നല്ല ഡിസൈനിലുള്ളത് കല്ല് വെച്ചത് പല ടൈപ്പ് കമ്മലുകൾ ഞങ്ങൾ കാണിച്ചു തന്നു. പക്ഷെ ഞങ്ങൾ കമ്മൽ അവസാനം വേണ്ടാന്ന് വെച്ചിട്ട് സെക്കൻഡ് സ്റ്റേഡിലേക്ക് കയറി. അങ്ങനെ സെക്കൻഡ് സ്റ്റേഡുകൾ കുറേ അനീതിക്ക് അതിൽ നിറച്ച് കമ്മലുകളാണല്ലോ. അപ്പോൾ അതൊന്ന് ഫില്ല് ചെയ്യാനായിട്ട് സെക്കൻഡ് സ്റ്റേഡ് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ 2-3 സെക്കൻഡ് സ്റ്റേഡ് എടുത്തു. പിന്നെ അത് കഴിഞ്ഞ് മാലകളുടെ കളക്ഷനിലേക്ക് പോയി. മാലകൾ നോക്കുമ്പോൾ നല്ല വെറൈറ്റി മോഡൽസ്. അപ്പം നമ്മൾ കാശൊന്നും എടുത്തിട്ടില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് നോക്കാനായിട്ട് മാലകൾ നോക്കി. അപ്പോൾ ഞാൻ അതേ സ്വർണ്ണമൊക്കെ മേടിച്ച് ഇനി ഹോട്ടലിൽ കയറാനുള്ള പരിപാടിയാണ്. അപ്പോൾ അത് പക്ഷെ ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു. ഞാൻ വേറെ കുറച്ച് വീഡിയോകളൊക്കെ എടുക്കാൻ നോക്കിയപ്പോൾ അവർ പറഞ്ഞു ഫോട്ടോ എടുക്കാൻ പറ്റില്ലെന്ന്. അപ്പോൾ അവിടെ ഞാൻ സ്റ്റോപ്പ് ചെയ്തു. അപ്പം ഞാൻ വീട്ടിൽ പോയിട്ട് ഞാൻ എന്താ എടുത്തതെന്ന് കാണിച്ചു തരാം കേട്ടോ. 2 മുട്ട് എനിക്ക് അതിശയായി അമ്മ. എന്തിനാ ചിരിച്ചേ? പൈസ കേട്ടപ്പോ എനിക്ക് നീ ഞെട്ടിട്ട് കണ്ടപ്പോ എത്ര വല്ലേ ഒറ്റടിക്കാൻ എൻ്റെ ഗൂഗിൾ പേന്ന് പൈസ പോയത് എനിക്ക് ചിന്തിക്കാൻ വിചാരിച്ചു. ഒരു ഗ്രാമിന് 1000 രൂപയെന്ന് വിചാരിച്ചു. പിന്നെ ഈ മിഠായി ഞങ്ങൾക്ക് അവിടുന്ന് ചേട്ടന്മാര് തന്നതാട്ടോ. ഹോട്ടലിലാണ് ഞങ്ങളുടെ കഴിക്കാൻ ഞങ്ങൾ അൽഫാമാണ് ഓർഡർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഓർഡർ കൊടുക്കാം. ഇത് നമുക്ക് അൽഫാം കഴിക്കാം. പിന്നെ അമ്മയും നമ്മുടെ തുണ്ടും ബാത്റൂമിൽ പോയിട്ടാണ്. അവർ വരണവരെ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിരിക്കാല്ലേ. അപ്പോൾ അതേ അമ്മ ബാത്റൂമിൽ പോയിട്ട് വന്നു. ചിച്ചി ചിച്ചിനെന്താ പറയാനുള്ളത്? അപ്പം അൽഫാം വരാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കുക. കുറച്ച് വെള്ളം കുടിച്ചോണ്ടിരിക്കും. ലിപ്സ്റ്റിക് മാറ്റി നിങ്ങൾക്ക് എപ്പോഴും പരാതിയാ ഞങ്ങൾ അൽഫാം കളിക്കുമ്പോഴേ നിങ്ങൾക്ക് എപ്പോഴും പരാതിയാ അൽഫാം ഞങ്ങൾ കഴിക്കുമ്പോൾ ഇവിടെ കൊണ്ടുപോകില്ല എന്ന്. അപ്പോൾ കുറേ നാളായി പറയണേ മേഡം. അപ്പം നമുക്ക് ഇവൾക്ക് ഒന്ന് മേടിച്ചു കൊടുക്കാം അല്ലേ? അങ്ങനത്തെ തന്നെ ഇഷ്ടമല്ല, ഹാപ്പി ചെയ്യാം. പക്ഷേ ഇവിടെ അച്ഛൻ്റെ കൂടെ പോകുമ്പോൾ വലിയ സാധനമാണ് അതുകൊണ്ട് നാളെ സ്കൂൾ തുറക്കല്ലേ. എന്നോട് പറയണമ്മേ നേരെ വിളിക്കാണ്ടിരിക്കാൻ വല്ല വഴി നാളെ സ്കൂളിൽ പോട്ടെ. ഓ നല്ല പറഞ്ഞിട്ട് എന്ത് തന്നെയാണ് അത് മറ്റേ അതൊക്കെ
കഴിച്ചു കഴിഞ്ഞത് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. നടന്നോളൂ. ഫുഡിൻ്റെ കാര്യം ഫുഡ് ഒരു ടേസ്റ്റും ഇല്ല കേട്ടോ. പിന്നെ അത് മാത്രമല്ല അൽഫാമില്ലേ, അപ്പോൾ ഞങ്ങൾ അൽഫാമാണ് ഓർഡർ ചെയ്തത്. പക്ഷെ ഒരു ടേസ്റ്റും ഉണ്ടായിരുന്നില്ല. ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ ഓരോ പീസ് പൊടിക്കുന്തോറും അതിൽ നിന്ന് ബാഡ് സ്മെല്ലായിരുന്നു നമുക്ക് വരുന്നുണ്ടായിരുന്നത്. അപ്പോൾ കുറച്ച് നേരം ഞങ്ങൾ ചിലപ്പോൾ ഞങ്ങളുടെ തോന്നലാവുമെന്ന് കരുതി. എന്നിട്ടും വീണ്ടും സ്മെല്ല് വരുന്ന കാരണം ഞങ്ങൾ അവിടുത്തെ ഇങ്ങനെ സപ്ലൈ ചെയ്യുന്ന ആളുടെ അടുത്ത് പറഞ്ഞപ്പോൾ ആള് വേറൊരു മാറ്റി തന്നിട്ട് വേറൊരു ചിക്കൻ തന്നു. പക്ഷെ ഞങ്ങൾ കഴിക്കാൻ തന്നില്ല. അത് അപ്പോൾ എന്നെ പാഴ്സൽ ചെയ്യാൻ പറഞ്ഞു. കാരണം നമുക്ക് തീരെ കഴിക്കാൻ പറ്റാത്തൊരിത്. കുറേ നേരം ചേച്ചി പറയണേ പൊട്ടം പോണമെന്ന്. അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ അൽഫാമിലുണ്ടായിരുന്നു. പിന്നെ അവരങ്ങനെ കഴിച്ചില്ല, മതിയാക്കി. അപ്പം ഇനി ഇങ്ങനെ ഒരു അനുഭവം ആർക്കും ഉണ്ടാവരുത്. അതെ, ഞങ്ങൾ വീടെത്തി. ഇനി ഒന്ന് ഫ്രഷ് ആവണം. അപ്പം അതിന് മുന്നേ ഞാൻ മേടിച്ച സ്വർണം കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഡാൻസ് കഴിഞ്ഞ് വന്നോളാം. അതുകൊണ്ട് എനിക്ക് ഇവരുടെ കൂടെ പോകാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ഞാൻ പോയാണ്. അപ്പം നമ്മളിതേന കമ്മലാണ് മേടിച്ചത്. പിന്നെ എനിക്കൊരു സെക്കൻഡ് സ്റ്റഡ് 2 ജോഡി മേടിച്ചിട്ടുണ്ട്. പിന്നെ വേറെ എക്സ്ട്രാ ഒരു കമ്മല്. അങ്ങനെ മൊത്തം ഞാൻ കാണിച്ചു തരാം ഇങ്ങനെ മേടിച്ചത്. അപ്പം ഞങ്ങൾ കോന്നിക്കര ഗോൾഡനിലാണ് പോയി. അപ്പോൾ നമുക്കത് തുറന്നാക്കാം. ഇത് അമ്മയ്ക്കാണ്. അപ്പം അമ്മയ്ക്കായിട്ട് മേടിച്ചതാണ്. പിന്നെ ഇതാണ് ഞാൻ മേടിച്ചത്. ഇതെനിക്ക് ഇതിലുള്ള കമ്മലുണ്ട്, ഒരു ഞാലിയുണ്ട്. എനിക്ക് അതിലിടാൻ വേണ്ടിയിട്ടാണ് ഇത് മേടിച്ചത്. പിന്നെ ഇതെനിക്ക് സെക്കൻഡ് സ്റ്റഡ് നല്ല ഭംഗിയായിട്ട് കാണാം. ഞാൻ ഫുള്ളും സ്വർണ്ണത്തിൻ്റെ ആണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. മൊത്തം ഈ മോഡൽ തന്നെയാണ്. അപ്പം നമുക്ക് അതേപോലെ എടുത്ത് വെക്കാം. പിന്നെ നമ്മുടെ കുഞ്ഞിനെ കുറെ കാലമായില്ലേ കണ്ടിട്ട്. നമ്മുടെ കുഞ്ഞ് ഹായ് പറയും. ഉമ്മ കൊടുത്തേ, പ്ലേയിങ് കിഷ് കൊടുത്തേ. അപ്പൊ ഇന്നത്തെ വീഡിയോ അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.